അങ്ങനെ വീണ്ടും ഞാൻ 20 ഏക്കർ തന്നെയാണ് കേട്ടോ. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ 20 ഏക്കർ പൊട്ടൻകാട് വീഡിയോ ആയിരുന്നു. അപ്പം അന്ന് വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളൊരു വഴി ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. മൂന്നാറിന് പോകാൻ എളുപ്പ വഴിയാണ്. 13 കിലോമീറ്റർ ഉള്ളൂ. രാജക്കാടൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് തിരക്കില്ലാതെ ചെറിയ വാഹനങ്ങളൊക്കെ എടുത്ത് പോകാൻ പറ്റുന്ന ഒരു വഴിയാണ്. പല വീഡിയോസിനകത്ത് ഞാൻ മെൻഷൻ ചെയ്തപ്പോൾ ആ റോഡൊന്ന് കാണിക്കാമെന്ന് വെച്ചുകൊണ്ട് ഒത്തിരി പേര് എന്നോട് മെസ്സേജായിട്ടും കമൻറ്റായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ 20 ഏക്കർ റോഡിൽ മൂന്നാർ വരെയുള്ള വീഡിയോ ആണ്. മൂന്നാർ ഹെഡ് വർക്ക് ഡാമിൻ്റെ അവിടെ വെച്ച് വീഡിയോ അവസാനിപ്പിക്കും കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് കുറേ വ്യൂ പോയിൻറ്റുകളുണ്ട്, കുറേ കാഴ്ചകളുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് കണ്ട് ആസ്വദിച്ച് യാത്ര കൊണ്ട് തുടങ്ങാം അല്ലേ. അങ്ങനെ നമുക്ക് യാത്രയോടെ ആരംഭിക്കാം അല്ലേ. നമ്മൾ ഈ കാണുന്ന വഴി കൂടെയാണ് നമ്മൾ കയറി പോകുന്നത്. ഏകദേശം 13 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് മൂന്നാർ വരെ. ഒരു മല നെടുക്കെ നമ്മളങ്ങോട്ട് കയറുകയാണ് കേട്ടോ. നമ്മുടെ ചൊക്കുരുമുടി മല എന്ന് പറഞ്ഞ് പലപ്പോഴും നിങ്ങളെ കാണിച്ചിട്ടുണ്ടല്ലോ. അതിൻ്റെ ഒരു സൈഡിൽ കൂടെയാണ് നമ്മൾ യാത്ര ചെയ്ത് പോകണേ. നമ്മൾ ഈ കയറി പോകുന്ന വഴികളൊക്കെ കുറേ റിസോർട്ടുകൾ, ഹോം സ്റ്റേകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ശരിക്കും ഇതൊരു ഗ്രാമീണ വഴി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും കേട്ടോ. വലിയ വീതിയൊന്നുമില്ല. പക്ഷേ ഇവിടെ നിന്ന് ധാരാളം വാഹനങ്ങൾ മൂന്നാറിൽ നിന്ന് രാജക്കാട് പോകാൻ ഇതുവഴി ഇറങ്ങിയവരുണ്ട്. പ്രത്യേകിച്ച് ചെറിയ വാഹനങ്ങൾ കേട്ടോ. അപ്പം നിങ്ങൾ മൂന്നാറിലേക്ക് പോവുകയാണെങ്കിൽ ഒരു വെറൈറ്റി റൂട്ടൊക്കെയാണ് ആഗ്രഹിക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഒരു ബ്ലോക്കോ മറ്റ് കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ യാത്ര ചെയ്ത് മൂന്നാർ ഹെഡ് വർക്ക് ഡാമിൻ്റെ അവിടെ നിങ്ങൾക്ക് എത്താൻ വേണ്ടി സാധിക്കും കേട്ടോ. അപ്പം പോകുന്ന വഴി എന്ന് പറയുന്നത് ഇതാണ്, ഈ കണ്ടീഷനിലാണ് വഴി നടക്കുന്നത്. അപ്പം ഇതൊക്കെ അറിഞ്ഞ് വേണം നിങ്ങൾ പോകാൻ. പക്ഷേ നിങ്ങളുടെ യാത്ര വേറൊരു ലെവൽ തന്നെയായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് ടോപ്പിലേക്ക് ചെല്ലുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു ചെറിയ ഗ്രാമം നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും, നെല്ലിക്കാട്. അപ്പോൾ ആ ഗ്രാമം എന്ന് പറയുന്നത് തമിഴ് ഗ്രാമമാണ്. ഒരുപാട് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള 1-2 വളവുകൾ ഈ വഴിയുണ്ട് കേട്ടോ. അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ഇവിടെ നമുക്ക് ഇവിടെ ഒരു കുരിശുള്ളി നമുക്ക് കാണാൻ പറ്റും. കൊള്ളാം അല്ലേ, ഒരു പ്രത്യേക വൈബ്. അതാണ്ട് നെല്ലിക്കാട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. നെല്ലിക്കാട് ഇത് ശരിക്കും തമിഴ് മേഖലയാണ്. തൊഴിലാളികളായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന മേഖലയാണ്. പക്ഷേ ഇവിടെ അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. വൈകുന്നേരങ്ങളിലാണ് ഇവിടെ വൈബുള്ളത് കേട്ടോ. അപ്പോൾ KB ഗ്രീൻ സ്റ്റേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ 1-2 ഹോം സ്റ്റേയും ഗ്രീൻ സ്റ്റേയും ഒക്കെ ഉണ്ട്. ഇതാണ് നെല്ലിക്കാട് എന്ന് പറയുന്ന കൊച്ചു ഗ്രാമം, ഏറക്കാടിനുള്ളിലെ ചെറിയ ഗ്രാമം. ഗ്രാമം എന്ന് പറയാൻ പറ്റുമോ അതോ കവലയെന്ന് പറയാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പൂരിപ്പിച്ചോ കേട്ടോ, എന്നെ തെറി പറയാൻ വേണ്ടി പൂരിപ്പിക്കരുതേ. യെസ്, അങ്ങനെ നെല്ലിക്കാടിൻ്റെ ഒരു വിദൂര കാഴ്ച കണ്ട് നമ്മൾ വീണ്ടും യാത്ര ചെയ്യണം. ഇവിടെ എവിടെയെങ്കിലും നമുക്ക് വണ്ടി ഒന്ന് നിർത്താം. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്കൊരു കൊച്ചു കൂട്ടുകാരനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഇനി നമുക്ക് കുറച്ചുകൂടെ ദൂരം കയറി ആ മലയൊക്കെ കയറിയിട്ട് അപ്പുറം ചെല്ലുമ്പോൾ വേറൊരു കിടിലം പ്ലേസ് ഉണ്ട് കേട്ടോ, പോതമേട് വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞുകൊണ്ട്. അതൊരു വൈബ് സ്ഥലമാണ്. മിക്കവാറും നമുക്ക് ടോപ്പ് ചെല്ലുമ്പോൾ നല്ല മഴയോ അല്ലെങ്കിൽ നമുക്ക് നല്ല കോടമഞ്ഞോ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ നിൽക്കുന്ന സ്പോട്ട് ഇപ്പോൾ പോയ ട്രാവലർ തമിഴ്നാട് വണ്ടിയാണ്. പക്ഷേ ട്രാവലറൊക്കെ ഇതിലൂടെ ഇറങ്ങി പോകണേ കുറച്ച് റിസ്ക് ആട്ടോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ നന്നായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർമാരാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവിടെ നമുക്ക് വൈകുന്നേരമാണെങ്കിൽ കുറേ ആളുകൾ നമുക്ക് കാണാമായിരുന്നു. 50 വീട് മേളിലുണ്ട്. എല്ലാം തമിഴിലാണോ അതോ? തമിഴിലാണ്. അണ്ണൻ്റെ പേര് മുത്തു. വൈകുന്നേരങ്ങളിലാണോ ഇവിടെ കടകളൊക്കെ ഉള്ളത്? വൈകിട്ട് കാണുള്ളൂ അല്ലേ. ശരിക്കും ഇവിടെ നിന്ന് മൂന്നാർ എത്ര കിലോമീറ്ററാണ്? 7 കിലോമീറ്റർ. ഹായ് എന്നടാ. ഹായ്.
ബൈ ബൈ. ഇപ്പോൾ ടാറ്റ തന്ന ആ കുറുമ്പിൻ്റെ എൻ്റെ മോനെ ഒരു രക്ഷയിലായിരുന്നു കേട്ടോ. അവളായിരുന്നു ഇവിടെ എല്ലാവരെയും കൊണ്ടുപോയി ഇടുക്കി ചിലീസ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയി പരിചയപ്പെടുത്തുകയും എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ അങ്ങനെ നെല്ലിക്കാട് ഗ്രാമത്തിൽ നിന്ന് നമ്മൾ ആ മോളുടെ ടാറ്റയൊക്കെ വാങ്ങിയിട്ട് യാത്ര മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് ധാരാളം ടൂറിസ്റ്റുകളായിട്ടുള്ള ആളുകൾ സഞ്ചരിക്കുന്ന ഒരു വഴിയാണ്. പക്ഷേ കയറി പോകുന്നവർ കുറേ വളവ് ഇങ്ങനെയുണ്ട് കേട്ടോ. കാരണം ഒരു ഹിൽസിലേക്കാണ് നമ്മൾ കയറുന്നത്. കാരണം നമ്മളൊരു ഹിൽ സ്റ്റേഷനിലേക്കാണ് കയറുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കുറച്ച് വളവുകളും ഒക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചോ. പക്ഷേ യാത്ര നിങ്ങൾക്ക് അടിപൊളിയായിരിക്കും. ഇടുക്കിയുടെ ഗ്രാമങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ യാത്ര ചെയ്യാൻ പറ്റും. കുറേ ദൂരം അങ്ങനെ കയറി കഴിയുമ്പോഴുണ്ടല്ലോ പിന്നെ കാഴ്ചകളുടെ സുന്ദരമായിരിക്കുന്ന ഒരു ഏരിയയിലേക്കാണ് നിങ്ങൾ ചെന്ന് വിടുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തില്ലേ പൊട്ടങ്ങാട് നിന്നും ഈ നെല്ലിക്കാട്ടിലേക്ക് കയറി വരാനുള്ള വഴിയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അങ്ങനെ പണ്ടെപ്പോഴോ ഇതിലൂടെ കയറി വന്നതായിട്ട് എൻ്റെ ഒരു ഓർമ്മയിലുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു മേഖലയിൽ നമ്മൾ ആദ്യം നിന്ന ആ സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ ഇങ്ങനെ ഒരു റിസോർട്ട് ഇവിടെ ഉണ്ട്. ഇത് നല്ല നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയുള്ളൂ, ഓപ്പൺ ആയിട്ടില്ലെന്ന് തോന്നുന്നു. അങ്ങനെ നിരവധി റിസോർട്ടുകൾ നമ്മൾ ഈ യാത്ര ചെയ്ത് പോകുന്ന വഴിക്കുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ഫീൽ അല്ലേ. പക്ഷേ ഇച്ചിരി ഡേഞ്ചറാണ് വഴി, ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും. അങ്ങനെ ഏതാണ്ട് മലയുടെ ടോപ്പിലേക്ക് നമ്മൾ അടുക്കാറായിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത വൈബാണ് കേട്ടോ. ശരിക്കും ഇപ്പോൾ ഹിന്ദിക്കാരായി ഈ മേഖലയൊക്കെ കൈയടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന നമ്മുടെ സഹോദരങ്ങളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഹിന്ദിക്കാരായിട്ടുള്ള ഭായിമാർ ഈ മേഖലയിലൊക്കെ തോട്ടം മേഖലയിൽ ഇഷ്ടം പോലെ വന്ന് ജോലി എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് ഇടുക്കിയിൽ മാത്രമല്ല, ഇടുക്കിയുടെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലാണ്. അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ഇതുപോലുള്ള ഏലക്കാടൊക്കെ കടന്ന് നമ്മൾ ഏതാണ്ട് 7 കിലോമീറ്ററാണ് നമ്മൾ ആദ്യം നിന്ന നെല്ലിക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് മൂന്നാറിലേക്കുള്ളത്. അപ്പോൾ അങ്ങനെ 13 കിലോമീറ്ററാണ്. പക്ഷെ അത് തെറ്റാന്ന് എനിക്ക് തോന്നുന്നത്, 7 കിലോമീറ്റർ അല്ലായിരിക്കും. അപ്പോൾ അങ്ങനെ ഇങ്ങനെയുള്ള കൊടുമ്പളവുകളൊക്കെ കയറിയിട്ട് നമ്മൾ ഏലത്തോട്ടത്തിൻ്റെ ഉള്ളിൽക്കിടെ നമ്മൾ അടിപൊളിയായിട്ട് യാത്ര ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ വളവുകളൊക്കെ കഴിഞ്ഞിട്ട് ഞാനിവിടെ നിർത്തി കഴിഞ്ഞപ്പോൾ ഇത് കേട്ടോ ആ മരത്തിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കോടമഞ്ഞ് നിൽക്കുന്ന കേട്ടോ, അടിപൊളിയല്ലേ. അപ്പോൾ നമ്മളിത് കയറി വന്ന ആ വളവ് തിരിഞ്ഞിങ്ങനെ വന്നെ ഇങ്ങനെ ഒരു ക്ഷേത്രത്തിൻ്റെ സൈഡിൽ കൂടെയാണ്. ഇത് ശരിക്കും തമിഴ് ക്ഷേത്രമാണ്. അപ്പോൾ അവിടെ നമുക്ക് അതിൻ്റേതായ ഒരു കാഴ്ച കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇതിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു ചെറിയൊരു ആല് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. ഇതൊക്കെയാണ് ഈ ഒരു നെല്ലിക്കാട് വഴി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ശരിക്കും കൂട്ടുകാരെ അങ്ങനെ ക്ഷേത്രത്തിൻ്റെ അവിടുന്ന് നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് റിസോർട്ടുകളുടെ ബോർഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ആഹാ, ഇവിടെ അടിപൊളി കേട്ടോ. നമ്മൾ ആ അമ്പലത്തിൻ്റെ അവിടുന്ന് മേളിലേക്ക് കയറുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്. ഒരു വൈബ് കേട്ടോ സത്യത്തിൽ. നമ്മൾ ഈ ഗ്യാപ്പ് റോഡിലൊക്കെ നിന്നാൽ കാണുന്നില്ലേ, അതുപോലെ ഒരു മലയുടെ ടോപ്പിലേക്ക് നമ്മളെത്തി. ഇതുണ്ടോ, ഇതൊരു റിസോർട്ടാണ് കേട്ടോ. എൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. എന്താണെങ്കിലും വൈബ് സ്ഥലം എന്ന് പറഞ്ഞാൽ രക്ഷയില്ല കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ മൂന്നാർ ലക്ഷ്യമാക്കി നമ്മുടെ യാത്ര പോവുകയാണ്. ഇവിടുന്ന് 20 ഏക്കർ എന്നത് മൂന്നാറിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കയറ്റുമായിരിക്കും ഫുള്ള്. നേരെ മറിച്ച് മൂന്നാറിൽ നിന്ന് 20 ഏക്കർ വരാനാണെങ്കിൽ ഫുൾ ഇറക്കമായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ട്രാവലറൊക്കെ ഇതിലൂടെ പോകാൻ പറ്റുമോ എന്നുള്ള കാര്യം ഞാൻ ആദ്യം ചോദിച്ചത്. ട്രാവലർ പോകേണ്ടതിന് കുഴപ്പമില്ല, ഫസ്റ്റ് ഗിയറിൽ തന്നെ ഇറങ്ങി പോകേണ്ടി വരും. അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ ഇതിലൂടെ പോകാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ലയങ്ങളോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഈ മേഖലയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കുറച്ച് കാഴ്ചകൾ ഈ മേഖലയിലുണ്ട് കേട്ടോ. ഞാൻ ഈ വണ്ടിയും കൊണ്ട് വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള സ്ഥലത്ത് ഞാൻ നിർത്തിയേ. നല്ല ആംബിയൻസ് അല്ലേ. പക്ഷേ ഇവിടുത്തെ വഴി മോശമാണേ. ഈ ചീവീടിൻ്റെ കരച്ചിലും ചെറിയ ചെറിയ ജീവികളുടെ കരച്ചിലൊക്കെ അതൊരു ഫീലാട്ടോ. നോക്കി, ഫുള്ള് ഏലക്കാടാണ്. ഇത് ശരിക്കും ഒരു റിസോർട്ടിലേക്ക് കയറി പോകുന്നതാണ് കേട്ടോ.
ഇവിടെയാണ് ആ മരത്തിൻ്റെ ഇടയ്ക്കാണ് ആ റിസോർട്ടുള്ളത്. അടിപൊളി അല്ലേ, നല്ല ആംബിയൻസ്, നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഏരിയ, പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. ശരിക്കും ഈ പീസ്ഫുൾ എന്നൊക്കെ പറയില്ലേ, നമുക്ക് ശാന്തമായിരുന്നത് ഈ പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന സൗണ്ടൊക്കെ കേട്ടിരിക്കാൻ അങ്ങനെ പറ്റിയൊരു ഇടമാണ് കേട്ടോ ഈ യാത്ര. ശരിക്കും നിങ്ങൾ ഇതിലൂടെ വാഹനം ഓടിച്ചു പോകുമ്പോൾ നല്ല കോടമഞ്ഞുള്ളൊരു സമയമുണ്ട്, മഴക്കാലത്തും മഞ്ഞുകാലത്തൊക്കെ. ഇപ്പോൾ ഈ മലയുടെ ടോപ്പിലൊക്കെ ശരിക്കും കോടമഞ്ഞുണ്ട്, എനിക്കത് കാണാം. പക്ഷെ നിങ്ങൾക്ക് ഈ ക്യാമറകളെ എത്രമാത്രം കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ നമ്മൾ ഈ ഒരു മലയുടെ കയറ്റമൊക്കെ കയറിയിട്ട് നമ്മൾ മുമ്പ് യാത്ര ആരംഭിച്ചത് 20 ഏക്കറിൽ നിന്നാണ്. ശരിക്കും ചൊക്കറമുടിയുടെ ഒരു സൈഡിൽ കൂടെയാണ് വഴി കിടക്കുന്നത്. ആ സൈഡിൽ കൂടെ നമ്മൾ ഏകദേശം 13 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് ഇനിയൊരു വേറൊരു തരത്തിലേക്കുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ എത്തുന്നത്, നമ്മുടെ മൂന്നാർ തേയില പ്ലാന്റേഷനിലേക്ക്. ഈ കയറ്റം കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ, കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല മച്ചാമാരെ, നമ്മുടെ മൂന്നാറിലേക്കാണ് അവസാനം നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. നിങ്ങൾ നോക്കിയേ, ഇവിടെ മുതൽ തേയിലക്കാടാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ യാത്ര ചെയ്ത പോലെയല്ല, ഇനി തേയിലക്കാടിൻ്റെ ഉള്ളിൽ കൂടെയുള്ള ഒരു യാത്രയാണ് നമ്മൾ നടത്തുന്നത്. നമ്മൾ ഇതുവരെ കണ്ട യാത്രയല്ല കേട്ടോ ഇനിയുള്ള കാഴ്ചകൾ. ഈ യാത്രയിൽ നമുക്ക് ടീ പ്ലാന്റേഷൻ്റെ ഉള്ളിൽ കൂടെ ഒരു അടിപൊളി യാത്രയാണ് നമ്മൾ നടത്തുന്നത്. ശരിക്കും ഇവിടെ നിങ്ങൾ എത്തിച്ചേർന്നെങ്കിൽ, മൂന്നാർ വരുന്ന നിങ്ങൾ എത്തിച്ചേർന്നെങ്കിൽ, മൂന്നാർ ഹെഡ്മാർക്ക് ഡാമിൻ്റെ അവിടെ നിന്ന് തിരിഞ്ഞിട്ട് കുഞ്ചിത്തണ്ണി റൂട്ടിലേക്ക് വരണം. അതായത് നമ്മളിപ്പോൾ സഞ്ചരിച്ച വഴി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾക്ക് പോതമേട് വ്യൂ പോയിൻറ്റ് കാണാം. അത് കഴിഞ്ഞാൽ നമുക്ക് കുറേ റിസോർട്ടൊക്കെ ഉള്ള ഒരു മേഖലയുണ്ട്. അവിടെ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ വന്നാലാണ് ഈ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ താഴെ കുറേ റിസോർട്ട്, ഹോം സ്റ്റേ ഒക്കെ ഉണ്ട്. നമ്മൾ ഈ കാണുന്നത് കോടമഞ്ഞൊക്കെ കയറി കിടക്കുന്ന കാഴ്ചയാണ്. അങ്ങനെ നമ്മൾ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അടിപൊളി ഒരു ഏരിയ ആണ്. ഞാൻ കുറച്ച് നേരം ഇവിടെ വണ്ടി നിർത്തി കേട്ടോ. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്ത വൈബാണ് കേട്ടോ. നമുക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല, അത്ര കിഡിലായിട്ടുള്ള തേയിലക്കാടുകളാണ്. നമ്മൾ ഈ മൂന്നാർ അടിമാലി റൂട്ടിൽ പോകുമ്പോൾ നമ്മുടെ ബസ്സിൻ്റെ സൈഡിലൊക്കെ നിൽക്കുമ്പോൾ ശരിക്കും ഓപ്പോസിറ്റ് കാണുന്നില്ല, നല്ല കോടമഞ്ഞൊക്കെ ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന സ്ഥലം. ആ സ്ഥലത്താണ് ഞാൻ തിരിക്കുന്നത്. അപ്പോൾ അതെ, ഇവിടെ നിന്നാൽ നമുക്ക് ആ മരത്തിൻ്റെ ഇടയ്ക്കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ NH പണിയും അതുപോലെ അടിമാലി മൂന്നാർ കോതമംഗലം റൂട്ടൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നോക്കിയേ, എന്ത് വൈബാന്ന് നോക്കിയേ, ഒരു രക്ഷയില്ലാത്ത വൈബ് കേട്ടോ. പക്ഷേ ഇവിടെ വരുന്ന ആളുകൾ ചെയ്യണ വൃത്തികേട്, ഇവിടെ വരുന്ന ആണോ അതോ വേറെ ആരെങ്കിലും ആണോ എന്നറിയത്തില്ല, ഈ തേയിലയ്ക്ക് മേളിൽ വരെ പ്ലാസ്റ്റിക് വലിച്ചെറിഞ്ഞേക്കണം. നമുക്കതിനെക്കുറിച്ച് അറിയത്തില്ല. എന്താണെങ്കിലും ഇവിടെ നിന്ന് കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാണല്ലോ ഒരു വൈബ് ഏരിയയാണേ. സൂപ്പറല്ലേ, കൂമ്പാരമായിട്ട് മാറിയൊക്കെ വേണം. പ്ലാസ്റ്റിക്കും കൊണ്ടും അതുപോലെ കുപ്പിയും കൊണ്ടും അർമാദിച്ച് നിൽക്കും കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇനി നമ്മളങ്ങനെ പോതമേട് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തി കേട്ടോ. നമുക്ക് വൈകുന്നേരം വന്നാൽ ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ ഇഷ്ടംപോലെ വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഒരുപാട് ആളുകൾ വന്ന് എൻജോയ് ചെയ്യുന്ന ഒരു സ്ഥലമാണിത് കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മുടെ യാത്ര ചെയ്ത് പോതമേട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് ഹോം സ്റ്റേയും റിസോർട്ടുകളും ഒക്കെയുള്ള സദാസമയം കോടമഞ്ഞാല നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇത് കേട്ടോ. അങ്ങനെ കൂട്ടുകാരെ, കുറച്ച് നേരത്തെ മഴയ്ക്ക് ശേഷം, മഴ പെയ്തില്ല, ചാറ്റൽ മഴയാണ്, എന്നാലും നമ്മൾ നനയും വണ്ടി ഓടിക്കുമ്പോഴേ. അപ്പോൾ അവിടെ കയറിയിട്ട് ഞാൻ ഒരു മുട്ട ആംപ്ലേറ്റും നല്ലൊരു കട്ടൻ കാപ്പിങ്ങളും കുടിച്ചിട്ടോ, ഒരു രക്ഷയിലായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്യാസിൻ്റെ ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് ഒട്ടുമിക്ക കടകളിലും ഫുഡൊക്കെ വളരെ കുറവാണ്. ഇവിടെയല്ല, ഞാൻ വന്ന വഴി കേട്ടോ. ഇവിടങ്ങളിലൊക്കെ ഗ്യാസിന് പ്രോബ്ലമൊന്നുമില്ല, എല്ലാ കടകളിലും സാധനങ്ങളും കിട്ടും മൂന്നാറൊക്കെ. അതുകൊണ്ട് എനിക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ ഈ പോതമേട് വന്നിട്ട് ഒരു ബ്രെഡ് ഓംലെറ്റ് കഴിച്ചു കേട്ടോ, നല്ല അടിപൊളി. 60 രൂപ വയറ് നിറയുകയും ചെയ്തു, നല്ല കട്ടൻ ചായ, അതുകൊണ്ട് ഹാപ്പിയായി കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ പോതമേടുന്നു മൂന്നാറിലേക്കുള്ള യാത്രയാണ്. നല്ല കോടമഞ്ഞൊക്കെ ഇങ്ങനെ കിടക്കുന്ന കാഴ്ചയൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല തണുപ്പും സൗണ്ടിന് നല്ല മാറ്റമുണ്ട് കേട്ടോ. അപ്പം ശരിക്കും ടയർഡായി, കാരണം രണ്ടാമത്തെ വീഡിയോ ആണ് നമ്മളിന്ന് എടുക്കുന്നത്. ഇനി നമ്മൾ മൂന്നാറിൽ ഇറങ്ങിയിട്ട് കുറച്ച് റീൽ അടിക്കണം. ഒരു 3 റീലുകൾ എടുത്താൽ ഞാൻ ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ മൂന്നാറിൽ നിന്ന് വരുന്നവർക്ക് ഇവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റിയിരിക്കുന്ന ഒരു ചെറിയ വ്യൂ പോയിൻ്റ് കൂടെയാണ് ഇവിടെ കേട്ടോ.
ഞാനിവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്, ഫുള്ള് കോടമഞ്ഞ. ശരിക്കും ഹെഡ് വർക്ക് ഡാമിൻ്റെ അവിടുന്ന് ഏതാണ്ട് ഒരു 1.5 കിലോമീറ്റർ നമ്മളിങ്ങോട്ട് വന്നാൽ മതി കേട്ടോ. ഈ കാഴ്ച നിങ്ങൾക്ക് കാണണമെങ്കിൽ ശരിക്കും ഇവിടെ ഒരുപാട് ആളുകൾ വന്ന് നിൽക്കുന്നുണ്ട്. ഇത് പോതമേട് വ്യൂ പോയിന്റ് എന്ന് പറയും. നമ്മൾ ആദ്യം നിന്നത് പോതമേട് ടീ പ്ലാന്റേഷനാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മേളിലൊരു റിസോർട്ടുണ്ട്. ഇത് അടുത്ത നാളെങ്ങാണ്ട് പണിത ഒരു റിസോർട്ടാണ്. എന്താണെങ്കിലും എല്ലായിടും എവിടെ നോക്കിയാലും കോടമഞ്ഞ്. വൈബ് എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല കേട്ടോ. ഫൈനലി കൂട്ടുകാരെ, നമ്മളങ്ങനെ പോതമേട് വ്യൂ പോയിൻറ്റിൻ്റെ അവിടെ കുറേ നേരം ചിലവഴിച്ചു കേട്ടോ. അങ്ങനെ ചിലവഴിച്ച മഴയും മഞ്ഞും ഒക്കെ കണ്ട് നല്ല കാറ്റൊക്കെ ഏറ്റിട്ട് നമ്മൾ നേരെ പോവുകയാണ് മൂന്നാർ ഹെഡ് വർക്ക് ഡാം ലക്ഷ്യമാക്കി കേട്ടോ. ഒരു വൈബ് എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നെ, നിങ്ങൾ നോക്കിയേ, ഫുള്ള് കോടമഞ്ഞാണേ. നമ്മൾ ഇവിടുന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് പിന്നെ ഒന്നും കാണാൻ പറ്റത്തില്ല, അതുപോലെ കൂട്ടിയിടിക്കുന്ന പോലെ കോടമഞ്ഞാട്ടോ. മൂന്നാറിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്യുമ്പോൾ നല്ല കട്ട മഴയുണ്ട്, അല്ലാത്ത സമയത്ത് ഇതുപോലെ ചാറ്റൽ മഴയൊക്കെ ആണെങ്കിൽ ഫുള്ള് കോടമഞ്ഞൊക്കെ ഇങ്ങനെ പെയ്ത് ഇറങ്ങുന്ന ഒരു സുന്ദരമായ കാഴ്ചയൊക്കെ കാണാം. ഇതിൻ്റെ അകത്തോടെ കൈയോട് കൈയൊക്കെ ചേർത്ത് മെയ്യോടെ മെയ്യൊക്കെ ചേർത്ത് നിങ്ങൾക്ക് നടക്കാനൊക്കെ പറ്റും. നന്ദി പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത്. ഇനി നമ്മൾ മൂന്നാർ ഗ്രാമപഞ്ചായത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. നമ്മുടെ അങ്ങനെ നമ്മൾ കുഞ്ചിത്തടിക്കടുത്തുള്ള 20 ഏക്കറിൽ നിന്ന് ഏകദേശം 13 കിലോമീറ്റർ യാത്ര ചെയ്ത നല്ല കിടിലൻ കാഴ്ചകളും ഏലക്കാടിൻ്റെ ഉള്ളിലൊക്കെ യാത്ര ചെയ്തിട്ട് നമ്മൾ ഇപ്പം മൂന്നാറിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. മൂന്നാർ ഹെഡ് വർക്ക് ഡാമിൻ്റെ അവിടെ വെച്ച് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമൊക്കെ കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.